ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രിക്കൊക്കെ ഒരു ഡിന്നറായിട്ട് നമ്മൾ അൽഫാമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നേരത്തെ തന്നെ ഞാൻ അതിനുള്ള മസാലയൊക്കെ തേച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും നമ്മുടെ ചിക്കൻ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എടുക്കാം. പിന്നെ അതിലേക്ക് ചപ്പും പൊതിനയും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഒരു 10 മുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കിതിൻ്റെ എണ്ണയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 10 മുളകാണ് എടുത്തിട്ടുള്ളത്, പച്ചമുളക് തന്നെ. നമ്മളൊരു ഗ്രീൻ കളറിലുള്ള ഗ്രീൻ അൽഫാം ആട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ മസാലകളൊന്നും അധികം ആഡ് ചെയ്യുന്നില്ല. അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. ഈ വേപ്പിൻ്റെ ഇലയും ചപ്പും പൊതിനയൊക്കെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം മസാല ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. വലിയ ജീരകം കുറച്ചൊരു സ്പൂണൊക്കെ ആയിട്ട് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ഒരു 2 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കന് കൂടുതലുണ്ട് അതുകൊണ്ടാട്ടോ. നിങ്ങളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അതൊക്കെ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് നോക്കിയാൽ മതി ഉപ്പുണ്ടോയെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഗരം മസാല അതേപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഗരം മസാല നമുക്കൊരു 1.5 സ്പൂണെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏലക്കായും ഗ്രാമ്പൂ പട്ട അതെല്ലാതും കൂടി വറുത്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അത് നല്ല ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമുക്കൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കിയതിന് ശേഷം ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ മിക്സിയിൽ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. കൂടുതലും മിക്സിയിൽ ചെയ്യാതിരിക്കുക നല്ലത്. മസാല ആക്കിയതിന് ശേഷം ലാസ്റ്റ് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ അതിൻ്റെ 2 ചെറുനാരങ്ങയുടെ നീരും നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക, എന്നാലേ ചിക്കനിൽ നല്ലോണം പിടിക്കുകയുള്ളൂ. ഇങ്ങനെ മസാല നമ്മൾ തേച്ച് വെച്ചാൽ ഒരു 6 മണിക്കൂർ 4 മണിക്കൂറെങ്കിലും ഇരിക്കുകയാണെങ്കിലാണ് അൽഫാമിന് ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, കുറച്ചൊരു 4 മണിക്കൂർ മുന്നെങ്കിലും മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഞാനിങ്ങനെ ലെമണിൻ്റെ നീരെടുക്കുന്നത് കൂടുതലും കൈകൊണ്ട് എടുക്കുക കേട്ടോ ചെയ്യാറ്. കാരണം അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം കുരു പെടാൻ പാടില്ല കേട്ടോ. കുരു പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുരു കളഞ്ഞതിന് ശേഷം കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുക ചെയ്യാറ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിലൊക്കെ അമർത്തിയെടുക്കുന്ന സമയത്ത് നമുക്കധികം അതിൻ്റെ നീര് കിട്ടില്ല. അപ്പോൾ കൂടുതലും കൈകൊണ്ട് എടുക്കുക. ഒരു പാത്രത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ അതിൻ്റെ നീരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അതാ പേസ്റ്റൊക്കെ ഞാൻ ചിക്കനിൽ എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4-5 മണിക്കൂർ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല കായം തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത പാത്രങ്ങളൊക്കെ നമ്മൾ അപ്പം തന്നെ വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു തിരക്ക് പിടിച്ചൊരു ലോകത്താണില്ലേ, ഇങ്ങനെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒക്കെ ഒരു ലോകത്താണില്ലേ എല്ലാവരും ജീവിക്കുന്നത്. ഒന്നിനൊരു സമയമില്ലാത്തൊരു ലോകത്തിലൂടെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കടന്നു പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, കുറേ ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് കേട്ടോ. നമ്മുടെ കുടുംബങ്ങളിൽ മാത്രമല്ല, ഫ്രണ്ട്സുകളായാലും പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ഒക്കെ ഫ്രണ്ട്സുകൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കേണ്ട സമയമായിട്ടുണ്ടെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള ചെറിയ ടിപ്സുകളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ കേട്ടോ, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫിലൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എല്ലാവരും എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കുടുംബങ്ങളിൽ പ്രശ്നമില്ലാത്ത ആരും ഉണ്ടാവില്ല. എല്ലാ കുടുംബങ്ങളിലും കുഞ്ഞു പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് നമ്മളിവിടെ കുറച്ച് മുഹമ്മദിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത വീട്ടിലത്തെ കുട്ടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ നമ്മൾ ചെടികളൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, ചെടികളൊക്കെ ഉണ്ടാക്കാനും അത് വെക്കാനും ഒക്കെ. അപ്പോൾ മുഹമ്മദ് ഇങ്ങനെ മണ്ണ് നിറക്കാൻ എന്നെ സഹായിക്കുമായിരുന്നു. അപ്പോൾ അവരിവിടെ കളിക്കുന്നത് കണ്ടപ്പോൾ അവന് വെറുതെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി നല്ല രസമാണ്. എല്ലാവരും കൂടി എന്ത് ചെയ്യാണ്, നമ്മളൊരു വെർട്ടിക്കൽ ഗാർഡൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതിൽ മണ്ണ് നിറച്ച് തരികയാണ്. നമ്മൾ ഈ വെർട്ടിക്കൽ ഗാർഡനിൽ പോത്തോസ് മണി പ്ലാന്റ് ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, അത് കുറച്ച് മണ്ണായ കാരണം അതിൻ്റെ വളർച്ച കുറച്ച് കഴിഞ്ഞാലാണ്ട് മുരടിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിലത്തെ മണി പ്ലാന്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല രസമാണ്. നമ്മുടെ ബാക്ക് സൈഡ് ആണെങ്കിൽ പോലും അവിടെയൊക്കെ ഇങ്ങനെ ഒരു ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. നമുക്കിങ്ങനെ കുട്ടികളെ കൂടെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴും അത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുഹമ്മദ് അതിൻ്റെ കൂടെ ഇങ്ങനെ ചെടികൾക്ക് മണ്ണ് ഇടുന്നുണ്ട്, അങ്ങോട്ട് കൊട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവരെ കളികളും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മണ്ണ് നിറച്ച് തരുമ്പോൾ ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് പെട്ടെന്ന് മണ്ണ് നിറച്ച് കഴിയുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ആദമുണ്ട്, അപ്പോൾ നമുക്ക് ഇരുന്നോട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ അവരിങ്ങനെ നിറച്ച് തരുന്നതിനനുസരിച്ചിട്ട് വെർട്ടിക്കലിൽ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെയൊക്കെ ലൈഫിൽ എന്ത് ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എല്ലാ ഫാമിലീസ് എടുത്ത് നോക്കിയാലും പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കിടയിലായിരിക്കും പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവൽ. കൂടുതൽ സ്നേഹവും അവർ തമ്മിൽ തന്നെ ആയിരിക്കും, കൂടുതൽ പ്രശ്നങ്ങളും കുടുംബങ്ങൾക്കിടയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ദിവസം ഒരു മാസത്തിലോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ എപ്പോഴെങ്കിലും ഫുഡ് എന്ത് കഴിക്കുന്നത് എന്നുള്ളതല്ല, എന്തൊരു പഴംപൊരിയാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഇടയ്ക്ക് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് സമയം ഇരുന്ന് എല്ലാവരും കൂടി ഡിന്നറൊക്കെ കഴിക്കുക. അതിനിടയിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും. ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കലും കളിയും ചിരിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ മാറിക്കിട്ടും. നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിൽ മണ്ണ് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളെല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് തന്നെ അവരെല്ലാം മണ്ണ് നിറച്ച് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി അതിൽ ചെടികൾ എന്തെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ചെടികൾ വെച്ചിട്ട് അതിൽ ഞാൻ പറഞ്ഞല്ലോ വരൾച്ച മുരടിച്ച് നിൽക്കാൻ തുടങ്ങി കേട്ടോ. നമ്മൾ എത്ര വളം ഇട്ട് കൊടുത്താലും കുറഞ്ഞ സ്പേസ് ആയതുകൊണ്ട് തന്നെ ചെടികളൊക്കെ കണ്ട് മുരടിച്ച് പോണതാട്ടോ കാണുന്നത്. അപ്പം ഞാൻ ഇതിൽ ചീര വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ സാധാ ചീരയല്ല, ഇതൊരു വേറെ തരം ഒരു ചീരയാണ് കേട്ടോ. നമുക്കിങ്ങനെ വെട്ടി വെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് വളരുന്നൊരു ചീര കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത്. നമ്മൾ താളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയും ചെയ്യും, നമുക്ക് നമ്മുടെ വെജിറ്റബിൾസായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ചെടിയാവുകയും ചെയ്തു, നല്ലൊരു ഗ്രീനറി നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഹെൽത്തിന് നല്ല ഒരു വൈറ്റമിൻ ആയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുകയും ചെയ്യാം കേട്ടോ, ഇലക്കറികൾ കഴിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീരയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊക്കെ ഒന്ന് പിടിപ്പിച്ച് വെക്കുക കേട്ടോ. ഓരോന്നിലും ഓരോ മണ്ണിലും ആക്കി വെക്കുകയാണ്. നമ്മൾ ഈ മണ്ണുണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്നും വളമിട്ട മണ്ണൊന്നും അല്ല കേട്ടോ, സാധാ നമ്മുടെ പറമ്പത്തെ മണ്ണ് തന്നെ എടുത്തിട്ട് ചെയ്തതാട്ടോ. ഈ മണ്ണിൽ തന്നെ ചകിരിച്ചോറും വളങ്ങളും ഒക്കെ ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ വളരും കേട്ടോ. നമ്മൾ എന്ത് ചെയ്ത് പറമ്പിലുള്ള സാധാ മണ്ണ് തന്നെ കുറച്ച് വലിയ കല്ലുകളൊക്കെ ഒഴിവാക്കിയിട്ട് ആ സാധാ മണ്ണ് തന്നെ എടുത്തിട്ട് ചെയ്തതാട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി നമ്മുടെ ചീരയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നനച്ച് കൊടുത്തിട്ട് ഇതാ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അടുത്ത ഓരോ സ്റ്റെപ്പ് ഞാൻ ഇതിൻ്റെ അടുത്ത ഓരോരോ വീഡിയോയിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വെർട്ടിക്കൽ ഗാർഡനിൽ കുറച്ച് വെള്ളം മതി കേട്ടോ. ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിതൊക്കെ നനച്ചെടുക്കാൻ പറ്റും കേട്ടോ. വെള്ളത്തിൻ്റെ കുറവ് കുറച്ച് മതി. അതേപോലെ തന്നെ കാണാനും നല്ല രസമാണ് കേട്ടോ. നമ്മുടെ മതിലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്തിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ഫോട്ടോ എടുക്കാനും കാണാനും. പിന്നെ നമ്മളതിലിങ്ങനെ ചീര ആയതുകൊണ്ട് തന്നെ നമ്മളെ ഹെൽത്തിന് നമുക്ക് വെജിറ്റബിളായിട്ട് യൂസ് ചെയ്യാനും ഒക്കെ നല്ലതാട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യുന്നത്. വെള്ളം നനക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറഞ്ഞ മണ്ണായതുകൊണ്ട് തന്നെ നമ്മളതിലത്തെ വളം ഒക്കെ എന്ത് ചെയ്യും, ഒലിച്ചു പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ജസ്റ്റ് ആ ഒരു മോയ്സ്ചറൈസർ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെള്ളം മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു തൈ പിടിച്ച് കിട്ടുന്നത് വരെ ഒരു 2-3 ദിവസം നല്ല 2 നേരം തന്നെ വെച്ച് നനക്കണം കേട്ടോ, വേര് പിടിക്കുന്നത് വരെ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മുറ്റത്ത് ചെടികളൊക്കെ നനച്ചതുകൊണ്ട് തന്നെ അതൊന്നും നനക്കാനൊന്നുമില്ല. ജസ്റ്റ് മോന് അതും ഉണർന്നിരുന്നു. അപ്പോൾ പിന്നെ അവനിങ്ങനെ പിടിച്ചുകൊണ്ട് ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് നിൽക്കിയിരുന്നു കേട്ടോ. വൈകിട്ട് കുറേ സമയം ഫ്രീ ടൈം ഉണ്ടാവും.
വെയിലൊക്കെ പോയ സമയത്തല്ലേ. അപ്പം നല്ല രസമാണ് ഈ ചെടികളൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ വൈകിട്ട് കുറച്ച് സമയം ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ടുള്ള പുല്ലുകളും പിന്നെ വാടിയ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യും കേട്ടോ. അല്ലാതെ നമുക്ക് കുട്ടികളെ വെച്ചിട്ടിപ്പോൾ വലിയ ക്ലീനിങ്ങും അതൊന്നും നടക്കില്ലല്ലോ. പിന്നെ അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ ചെറിയ ഉണങ്ങിയ ഇലകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ആദമിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ആദമിനിപ്പോൾ 8 മാസം കംപ്ലീറ്റഡ് ആയിട്ടാ. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുട്ടിലൊക്കെ എണീറ്റ് നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾ പോലും ഇപ്പോൾ കൂടുതലും മൊബൈലിൻ്റെ ആ ലോകത്തേക്ക് തന്നെ ഒതുങ്ങി കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടികൾ അവർ ആ ഒരു വളർന്നു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, രക്ഷിതാക്കളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതെ ഫോണിന് പകരം ഒരുപാട് കളികളും ഒക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് അവർക്ക് കൂട്ടുകാരും എല്ലാം ഉണ്ടാവും. നമ്മുടെ ആ ഫോണിൻ്റെ ആ ഒരു ലോകത്തു നിന്ന് അവരെ മാറ്റി നിർത്തുക. അപ്പോൾ തന്നെ അവരിൽ ഒരുപാട് ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് അവിടെ അയൽവക്കത്തുള്ള താര എന്ന് പറഞ്ഞിട്ടുള്ള മുഹമ്മദിൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട് ക്രിസ്മസ് ആയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് കണ്ടപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ഇങ്ങനെ പോയി നോക്കുക കേട്ടോ. അവൾ നമ്മളായിട്ട് നല്ല കമ്പനിയാണ്, നല്ല സംസാരിക്കും. അപ്പോൾ മുഹമ്മദിനെ ചോദിക്കുകയാണ്, മുഹമ്മദിനെ എന്താ കൊണ്ടുവരാഞ്ഞേ, ഇനി മുഹമ്മദിനെ പോയി വിളിച്ചുകൊണ്ട് വായോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മുഹമ്മദിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ സ്റ്റാറൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിൽ ആ ബൾബ് കത്തുന്നത് കാണാൻ നല്ല ഇഷ്ടമാണ്. വെളിച്ചം കാണുമ്പോൾ അവൻ അവിടെ ഇങ്ങനെ തൂങ്ങുന്നത് കണ്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു, നമ്മളോട് ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈകിട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു ജോലി എന്ന് പറയണത് മെയിനായിട്ടുള്ളത് നമ്മുടെ കോഴിക്കൂട് അടക്കുന്ന കേട്ടോ. അപ്പോൾ അതൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അവർ നമ്മൾ വരുന്ന സമയത്ത് കൂട്ടിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചാൽ മാത്രം മതി. ചില കോഴികൾക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നാൽ എന്ത് ചെയ്യും, അവരൊക്കെ കയറും. ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ നിന്ന് കൊടുന്നതൊക്കെ ഒന്ന് അപ്പം തന്നെ മടക്കി വെക്കുക കേട്ടോ. നമ്മളിങ്ങനെ കുന്നുകൂട്ടി ഇടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതൊരു വലിയൊരു ഭാരമായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അന്നാന്നത്തെ തന്നെ നമ്മളത് അങ്ങോട്ട് ഒക്കെ മടക്കി വെച്ച് കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഇങ്ങനത്തെ ജോലികളൊക്കെ നമ്മൾ കൂടുതലും ഇങ്ങനെ രാത്രിയിൽ ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്താട്ടോ ചെയ്യൽ. അപ്പോൾ ഇന്ന് നമുക്ക് അൽഫാമൊക്കെ ചെയ്തിട്ട് ഡിന്നറൊക്കെ ഉണ്ടാക്കേണ്ടതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക കേട്ടോ. നമ്മൾ എന്നും ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് 2-3 ഡ്രസ്സ് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ കൂടെ മുഹമ്മദ് ഇങ്ങനെ അവൻ്റെ ഡ്രസ്സൊക്കെ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവൻ്റെ കൊട്ടയ്ക്ക് ഇടും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 2 കൊട്ട അവനക്കായിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ട്രൗസർ ഇടാനും ടീഷർട്ട് ഇടാനും എന്ന് പറഞ്ഞിട്ട് 2 കൊട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനക്ക് തന്നെ അതിലിടുകയും ചെയ്യുക. നമ്മളെത്ര മടക്കി വെച്ചാലും അതിൽ നിന്ന് ഇങ്ങനെ ഡ്രസ്സ് എടുക്കലും വെക്കലും തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ അവനക്കായിട്ട് അത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മടക്കാൻ നിന്നാൽ അപ്പം അവൻ്റെ കൊട്ടറ്റ് വരും. അപ്പോൾ അതൊക്കെ അവൻ്റെതൊക്കെ അവൻ അതിലേക്ക് ഇടുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് എന്തായാലും നമുക്കൊരു പണിയും ചെയ്യാൻ പറ്റില്ല. അവരല്ലേ നമ്മുടെ ലൈഫിൽ തന്നെ, അവരെന്നെയാണല്ലോ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ നമ്മളെ പിന്നാലെ അവരും ഉണ്ടാവും. അപ്പോൾ ഒക്കെ മടക്കി വയ്ക്കാനുള്ളതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ നമ്മുടെ ഒരു കൂടുതൽ സമയം കുട്ടികളെ കൂടെ തന്നെ ആയിരിക്കും. ആ ഒരു പഠനത്തിൻ്റെ ഇതിനായിട്ട് ഇരിക്കലായിരിക്കും കേട്ടോ. നമ്മൾ കൂടെ ഇരിക്കുന്നില്ല എന്നേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം ഇമ്പോർട്ടൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാണ്ടെങ്കിൽ മാത്രം കൂടെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ പണിയുടെ ഇടയിൽ തന്നെ അവരെങ്ങനെ ശ്രദ്ധിച്ച് അവർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുത്തോണ്ട് തന്നെ അങ്ങനെ ചെയ്യും കേട്ടോ. അല്ലാതെ അവരെ നമ്മളാണ്ട് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞിരുന്നാൽ അവരൊന്നും പഠിക്കുന്നുണ്ടാവില്ല. അവർ പറയുമ്പോൾ അവരെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ എക്സാമിന് വരുമ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ബുക്കിലുള്ളത് നമുക്കറിയുന്ന രീതിയിൽ നമ്മളത് സിമ്പിളാക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും ചിലപ്പം പറഞ്ഞു കൊടുക്കാൻ അറിയുന്നവരൊന്നും ആവില്ല. അപ്പം അങ്ങനെയുള്ളവരെന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, അവരെ കൂടെ ഇടയ്ക്കെങ്കിലും അവർക്ക് തോന്നണം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, വേറെ കാര്യങ്ങൾക്കൊക്കെ തിരിഞ്ഞു പോകും. കുട്ടികളെ മൈൻഡാണ്, അവരെന്ത് ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലും പേപ്പർ കൊണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുത്തിൽ മാത്രം ശ്രദ്ധിച്ചിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള അങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഡൗട്ട്സ് എന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇനി പറഞ്ഞു കൊടുക്കാൻ അറിയാത്തവർ ക്വസ്റ്റ്യൻസ് എങ്കിലും അവരോട് ചോദിക്കുക. അപ്പോൾ ഒരു പാഠത്തിൽ അവർ നോട്ട്സ് എഴുതിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ നോട്ട്സിൽ നിന്ന് ഇടയിൽ നിന്നൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് തോന്നും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, പഠനത്തിൽ ഒന്ന് മുന്നോട്ട് വരും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ
സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ നല്ലോണം കെയർ ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ബാക്കിൽ തന്നെ ആയിപ്പോവും. നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ ട്യൂഷന് പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഡിന്നറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിന്നറിന് നമ്മളിങ്ങനെ ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ ചാർക്കോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചിരട്ട ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തീയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരുപോലെ ആവണമെന്നില്ല. അവരുടേതായൊരു ലോകത്തേക്ക് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഭർത്താക്കന്മാരൊക്കെ എന്ത് ചെയ്യും, അവരുടെ ബിസിനസ് അങ്ങനെ ഒരു ഇതിലായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ അത് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരുപാട് സംസാരിക്കാനും ഒക്കെ നമുക്ക് സമയം കിട്ടും കേട്ടോ. അത് അവർക്ക് വല്ലാത്തൊരു മാറ്റം തന്നെ ഉണ്ടാക്കും. ചിലപ്പോൾ 1 2 പ്രാവശ്യം ചെയ്യുമ്പോൾ 1 2 3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിന്ന് വരില്ല. ചിലർ വിചാരിക്കും അങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും കേട്ടോ. പക്ഷെ ഒരുപാട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പാരൻസ് ആയാലും ചിലപ്പോൾ നമ്മളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അവരൊക്കെ നമ്മളിങ്ങനെ നല്ലൊരു രീതിയിൽ തന്നെ ഇങ്ങനെ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുടുംബങ്ങൾക്കിടയിൽ തന്നെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും കേട്ടോ. ഇപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആ ഒരു റിലേഷനിലൊക്കെ ആയാലും ഇങ്ങനൊരു ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കുന്നതിനിടയിൽ തന്നെ ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും കേട്ടോ. കൂടുതൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ നമ്മൾ പരസ്പരം സംസാരിക്കാത്ത പ്രശ്നങ്ങളായിരിക്കും കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ അൽഫാമൊക്കെ റെഡി ആയിട്ടുണ്ട്. മുഹമ്മദൊക്കെ നല്ല കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു വൈബ് തന്നെയാണ് എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് പൊറോട്ട കൊടുന്നിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒക്കെ കൂടിയായിട്ട് എല്ലാവരും കൂടി കഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.